മാനക ഭാഷ വ്യവസ്ഥാപിതമായ ഉയർന്ന നിലവാരവും ഒരു ജനതയുടെ പൊതുവായ അംഗീകാരവും സിദ്ധിച്ച ഭാഷയാണ് മാനക ഭാഷ. ഒരു പൊതുഭാഷ നിലവിലുള്ള ഒരു നാട്ടിൽ നിരവധി ഭാഷാഭേദങ്ങൾ ഉണ്ടാവും. വ്യവഹാര ഭാഷയ്ക്ക് നിരവധി ദേശഭേദങ്ങൾ ഉണ്ടാവുമ്പോൾ ആശയവിനിമയത്തിനായി അവർക്ക് ഒരു പൊതുഭാഷ ഉണ്ടാകേണ്ടതായി വരുന്നു. ഈ പൊതുഭാഷയായിരിക്കും പ്രസ്തുത നാടിനെ ഒരുമിച്ച് ചേർക്കുന്നതും പൊതുവായ ആശയവിനിമയത്തിന് സഹായിക്കുന്നതും. ഇപ്രകാരം സാമാന്യ വിശേഷ വ്യവഹാരത്തിൽ ഐക്യരൂപമുള്ള ഭാഷയെയാണ് മാനക ഭാഷ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു നാട്ടിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഭാഷാപദങ്ങൾ ചേർത്താണ് മാനക ഭാഷ നിർമ്മിക്കുന്നത്. ഏറ്റവും അംഗീകരിക്കപ്പെടുന്നതോ എല്ലാ ഭാഷാഭേദങ്ങളിൽ നിന്നും സമദൂരത്തിൽ വർത്തിക്കുന്നതോ ആയ ഭാഷാഭേദം കണ്ടെത്തി സർക്കാർ സ്ഥാപനങ്ങൾ, ഔദ്യോഗിക വാർത്താവിനിമയ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, അക്കാദമികൾ എന്നിവ മുഖേന പ്രചരിപ്പിക്കുകയും നിഘണ്ടു, വ്യാകരണം മുതലായവ നിർമ്മിച്ച് വിപുലമായ ജനസമ്മിതി നിരന്തര പ്രയോഗത്തിലൂടെ നേടിയെടുത്തുകൊണ്ടുമാണ് ജനങ്ങൾക്കിടയിൽ മാനക ഭാഷ പ്രതിഷ്ഠിക്കുന്നത്. പ്രാദേശിക വാദങ്ങളെ ഇല്ലാതാക്കാനും ഒരു നാടിനെ രാഷ്ട്രീയവും സാമൂഹ്യവുമായി ഒന്നിപ്പിക്കാനും ദേശബോധം ഉണർത്താനും മാനക ഭാഷയ്ക്ക് കഴിയും. തൃശ്ശൂർ മലയാളിയും തിരുവനന്തപുരം മലയാളിയും പാലക്കാട്ട് മലയാളിയും കാസർഗോഡ് മലയാളിയും സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണെങ്കിലും മലയാളിയാണെന്ന ബോധം സൃഷ്ടിച്ചെടുക്കാൻ മാനക ഭാഷാ രൂപീകരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതാണ് മാനക ഭാഷ. ഒരേ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ നിലവിലിരിക്കുന്ന ഭാഷാഭേദങ്ങൾ ആ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ആശയവിനിമയത്തിന് അസാധ്യമാകുമ്പോൾ പ്രസ്തുത കടമ്പ മറികടക്കാനാണ് മാനക ഭാഷ നിർമ്മിക്കുന്നത്. ഭാഷാഭേദങ്ങളിൽ ഒരെണ്ണമല്ല മാനക ഭാഷ. എല്ലാ ഭാഷാഭേദങ്ങളുടെയും സത്ത ഉൾക്കൊണ്ടുകൊണ്ട് സകലരെയും ബന്ധിപ്പിക്കാനുള്ള മാർഗം നിർമ്മിക്കുകയാണ് മാനക ഭാഷയിലൂടെ ചെയ്യുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ ഭാഷയായി മാനക ഭാഷയായി ഉയരാം. എഴുത്തച്ഛൻ്റെ ഭാഷയെ മാനക ഭാഷയായി അംഗീകരിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ പിതൃസ്ഥാനം. ഇറ്റാലിയൻ ജനത മാനക ഭാഷയായി അംഗീകരിച്ചത് ഡാന്റെയുടെ ഭാഷയാണ്. ഒരു ജനതയുടെ സാർവത്രികമായ അംഗീകാരമുള്ളതും ഔദ്യോഗിക കാര്യങ്ങൾക്കും സാഹിത്യാദി കലകൾക്കും വിദ്യാഭ്യാസത്തിനും പ്രഭാഷണത്തിനും ഉപയോഗപ്പെടുത്തുന്നതാണ് മാനക ഭാഷ.